നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ മുതലാണ്, 80E മുതലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും അസസിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ, അല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പഠനത്തിന് വേണ്ടിയിട്ട് ലോണുകളൊക്കെ എടുക്കാറുണ്ട് അല്ലേ. ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അങ്ങനെ വല്ല ഇൻട്രസ്റ്റും അടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിൻ്റെ അടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കെന്ത് ചെയ്യാം, അസസിയുടെ ഈ പറയുന്ന ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് 80E പ്രകാരം എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. എത്രയാണോ അവർ ആ ഒരു ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ അല്ലേ, ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ലോൺ ആയിരിക്കണം. ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ ആ അടക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യാം, ഇയാൾക്ക് ഈ പറയുന്ന 80E പ്രകാരം അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് കുറക്കാം. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി അല്ലേ, ഇൻഡിവിജ്വൽസിനാണ് ഇത് കിട്ടുള്ളൂ, HUFനോ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സൺസിനൊന്നും ഇത് കിട്ടില്ല. പിന്നെ പറയുന്ന എലിജിബിലിറ്റി പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് സെൽഫ്. ഇനിയിപ്പോൾ അസസിക്ക് തന്നെ, അതായത് അസസി ആയിട്ടുള്ള ഇൻകം ഏൺ ചെയ്ത് അല്ലെങ്കിൽ ആരുടെ ഇൻകമാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആ അസസിക്ക് വേണ്ടിയിട്ട് എടുത്ത ലോൺ ആണെങ്കിലും അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവ്സിന്, ഇപ്പോൾ അയാളുടെ മക്കളോ അല്ലെങ്കിൽ അയാളുടെ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത പഠനത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോൺ ആണെങ്കിലും എന്ത് കിട്ടും, ഈ പറയുന്ന അയാൾക്ക് അയാളുടെ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി എമൗണ്ടിൻ്റെ കേസ് പറയുന്നുണ്ട്, എത്രയാണോ എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കുന്നത് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ കുറക്കാൻ പറ്റുക. അതാണ് 80E പറയുന്നത്. അപ്പോൾ E എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. E എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. എഡ്യൂക്കേഷണൽ ലോണാണ്, ഹയർ എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ സുഖമാണ്. 80E എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോൺ എടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കണം കേട്ടോ. അവിടുത്തെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് അതാണ് 80E. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയണത് പേയ്മെൻറ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ആണ്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ആണ്. അതായത് താമസിക്കാനുള്ള വീട് നിർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കുകയാണെങ്കിൽ നമുക്ക് 80EE പ്രകാരം നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നും കൂടി നമുക്ക് പറയാം, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ആണ്. റെസിഡൻഷ്യൽ ഹൗസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ വല്ല ലോണും എടുത്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ്, താമസിക്കാനുള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അത് കൺസ്ട്രക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതിനുവേണ്ടി വല്ല ലോൺ എടുത്താൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അസസിക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. എത്രയാണോ അടക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സെക്ഷൻ 80EE ആണ്, 80EE ആണ് സെക്ഷൻ. ഓക്കെ, ഇതും ഇൻഡിവിജ്വൽസിന് മാത്രമേ കിട്ടുള്ളൂ, മറ്റുള്ള പേഴ്സൺസിനൊന്നും കിട്ടില്ല. നമുക്കറിയാം ഒരുപാട് പേഴ്സൺസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഏത് അസസിക്കാണ് ഇത് കിട്ടുക എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്, ഇൻഡിവിജ്വൽ അസസി ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഒരുപാട് അസസീസ് ഇല്ലേ, ആരൊക്കെയാണ് അസസി എന്ന് പറഞ്ഞേ, വാട്ട് ആർ ദി അസസീസ് ഇൻ ഇൻകം ടാക്സ്, ആരെങ്കിലും പറയാം, ഓർമ്മ ഉണ്ടോ ഏതൊക്കെയാണ് ഇൻകം ടാക്സിലെ പേഴ്സൺസ് ആയിട്ട് കൺസിഡർ ചെയ്യണത്? പേഴ്സൺസ് ഇൻഡിവിജ്വൽ, പിന്നെ HUF, AOP, ഓക്കെ, AOP, BOI, യെസ്, പിന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, യെസ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. പിന്നെ വേറെ ഉണ്ട്, ലോക്കൽ അതോറിറ്റീസ് ഉണ്ട് അല്ലേ, ലോക്കൽ അതോറിറ്റീസ് പോലുള്ള കുറേ ഇതുണ്ട്. നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളേജസ്, പഞ്ചായത്ത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഈ ഒരു 80E ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ ഓരോ സെക്ഷൻസ്, ഓരോ ഡിഡക്ഷൻസ് പറയുമ്പോൾ അതിൻ്റെ ആർക്കാണിത് എൻറ്റൈറ്റിൽഡ് ഡിഡക്ഷൻസ് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി എലിജിബിലിറ്റി പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ഡ്യൂറിങ് 1st April 2016 to 31st March 2017. ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കണം. ഏപ്രിൽ 1, 2016 മുതൽ മാർച്ച് 31, 2017 ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ
എടുത്ത ലോൺ ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, 80EE പ്രകാരം നമുക്ക് എന്ത് കിട്ടുക, ഡിഡക്ഷൻസ് കിട്ടുക. നോട്ട് ചെയ്ത് വെച്ചോ, April 1, 2016 2017 മാർച്ച് 31 ഇടയിൽ ഒരു വർഷത്തിൻ്റെ ഇടയിലെടുത്ത ലോൺ ആയിരിക്കണം. ഓക്കെ, ദെൻ അതിനുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അടക്കണമെങ്കിലാണ് 80EE പ്രകാരം നമുക്ക് എന്ത് കിട്ടുക, ഡിഡക്ഷൻസ് അവൈലബിൾ ആവാം. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ് പറയുന്നുണ്ട് 50,000 രൂപയാണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ 50,000, ഇതിലേതാണോ ചെറിയ എമൗണ്ട് അതാണ് എന്ത് കിട്ടുക, നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പറ്റുന്ന എമൗണ്ട് 50,000 ആണ് മാക്സിമം. അതല്ല 50,000 താഴെയാണ് അടച്ച ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്കിൽ ആ എമൗണ്ട് ആണ് നമുക്ക് എന്ത് കിട്ടുക, ഡിഡക്ഷൻസ് ആയിട്ട് കുറക്കാൻ പറ്റുക. ഇനി ഇവിടെ ഒരു ക്ലെയിം ഒക്കെ പറയുന്നുണ്ട്, അപ് ടു ₹2 lakh ക്ലെയിം അണ്ടർ സെക്ഷൻ 24 ആൻഡ് അഡീഷൻ ടു ₹2 lakh ക്ലെയിം അണ്ടർ സെക്ഷൻ 80EE സബ്ജക്റ്റ് ടു മാക്സിമം ഓഫ് ₹50,000. ഈ ഒരു സംഭവം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സെക്ഷനിൽ അല്ലേ, ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന നമ്മളുടെ സോഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകംസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ 2 ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. സെക്ഷൻ 24 ആണ് അല്ലേ, അണ്ടർ സെക്ഷൻ 24 എന്ന് പറഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഹൗസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറക്കാൻ പറ്റുന്ന 2 ഡിഡക്ഷൻസ് ആണ്. അതിൽ ഒരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. പിന്നെ വേറെ ഡിഡക്ഷൻസ് ആയിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് എന്ന് പറഞ്ഞാൽ. ദെൻ അവിടെ 2 ലക്ഷം എടുക്കുന്ന ആളുകൾക്കും എന്ത് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്, ഈ പറയുന്ന 80EE ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അണ്ടർ സെക്ഷൻ 80EE പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് 50,000 നമുക്ക് ലഭിക്കും. ഇനി നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് 80EE. നമ്മൾ എന്തെങ്കിലും റെസിഡൻഷ്യൽ ഹൗസ് താമസിക്കാനുള്ള വീട് നമ്മൾ എന്ത് ചെയ്യാണ്, നിർമ്മിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാനോ വേണ്ടിയിട്ട് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് അടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, 80EE പ്രകാരം അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഈ ലോൺ എമൗണ്ടിൻ്റെ ഡേറ്റ്, ലോൺ എടുത്ത ഡേറ്റ് നോക്കണം, April 2016 മുതൽ March 31, 2017 ഇടയിൽ എടുത്ത ലോൺ ആണെങ്കിലാണ്. ഇനി ഈ April 2019 തൊട്ട് March 31 വരെയുള്ള കേസിൽ വേറെ പറയണത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ്, ഇതിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ് 80EE A. ഇവിടെ ഒരു എയും കൂടി അധികമായിട്ട് വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ എമൗണ്ടിൽ മാറ്റം വരുന്നുണ്ട്. ഇവിടെ 50,000 ആണെങ്കിൽ ഇവിടെ 1,50,000 വരെയാണ് മാക്സിമം ലിമിറ്റ്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ലെസ് ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ്. ഇനി ഇവിടെ കേസ് പറയുന്നുണ്ട്, ഇൻഡിവിജ്വലിന് തന്നെയാണ് ഇതും കിട്ടുക. പക്ഷേ എലിജിബിലിറ്റി ഒരു കേസ് പറയുന്നുണ്ട്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ഡ്യൂറിങ് 1st April 2019 to 31st March 2022 ആണ്. ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ ലോൺ എടുത്ത ആളുകൾക്കാണ് 80EE പ്രകാരം നമുക്ക് എന്ത് കിട്ടുക, ഡിഡക്ഷൻസ് കിട്ടുക. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ പാസ്സാവാൻ നോക്കുക. ഇൻകം ടാക്സ് ആൻഡ് GSTയിൽ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ നോക്കുക. പിന്നീട് ഇത് ബുദ്ധിമുട്ടായിട്ട് മാറും, കാരണം ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രൊവിഷൻസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ പറയുന്ന ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് നേടിയെടുക്കാൻ നോക്കുക. അതിന് പുറമെ FIUGPക്കാർ ഇനി ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ FIUGP ആണ്, അടുത്ത വർഷം സെക്കൻഡ് ഇയർ ആവും, പിന്നത്തെ വർഷം തേർഡ് ഇയർ ആവും. പിന്നീട് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം എഴുതണമെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് എഴുതിയെടുക്കുക. എന്തായാലും FIUGPയുടെ കൂടെ നിങ്ങളുടെ എക്സാം ഇപ്പോൾ ഇവരൊക്കെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സ് തേർഡ് ഇയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സപ്ലൈ ചെയ്താൽ അവരുടെ കൂടെ പറ്റില്ല, നിങ്ങളുടെ സ്പെഷ്യൽ സപ്ലൈ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കണം, അങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ടാക്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഈ ഓരോ വർഷവും എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ നോക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് 80EEയുടെ കേസിലാണ്. 80E എന്ന് പറഞ്ഞാൽ 1st April 2019 to 31st March 2022 ഇടയിൽ എടുത്ത ലോണായിരിക്കണം. ആ ലോണും ഈ പറഞ്ഞ പർപ്പസ് സെയിം ആണ്, റെസിഡൻഷ്യൽ ഹൗസ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ലോണാണ്. ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ 80EA പ്രകാരം നമുക്ക് 1,50,000 ഓർ ഇൻട്രസ്റ്റ് പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. 80EA പ്രകാരം 1,50,000 അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് കുറക്കാൻ പറ്റണമെങ്കിൽ ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഡസ് നോട്ട് എക്സീഡ് 45 lakh ആണ്. നമ്മൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ എടുത്ത ലോൺ ഉണ്ടല്ലോ, ഒരു വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലോൺ എടുത്തിട്ടുള്ളത്.
ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയിൽ കൂടാൻ പാടില്ല? 45 ലക്ഷത്തിൻ്റെ മുകളിൽ കൂടാൻ പാടില്ല. നമ്മൾ ആ വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ചെയ്ത ആ പ്രോപ്പർട്ടിക്ക് 45 ലക്ഷത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞാൽ മുദ്ര പേപ്പറാണ്. നമ്മളിപ്പോൾ വീട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ വീട് നമ്മൾ വാങ്ങാൻ നമ്മൾ ചിലവാക്കുന്ന എന്തായാലും രജിസ്ട്രേഷനൊക്കെ ചെയ്യേണ്ടി വരും വീട് വാങ്ങുകയാണെങ്കിലൊക്കെ. ദെൻ അങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ മുദ്ര പേപ്പറിലാണ് എന്ത് ചെയ്യുക ആധാരം എഴുതാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുദ്ര പേപ്പർ യൂസ് ചെയ്യും. ആ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്ര കൂടാൻ പാടില്ല? 45 ലാഖിൻ്റെ മുകളിൽ കൂടാൻ പാടില്ല. ഓക്കെ, അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് 80EE പ്രകാരം നമുക്ക് അതിനെടുത്ത ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റില്ല. ഇനി അസസി ഡസ് നോട്ട് ഓൺ എനി റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദി ഡേറ്റ് ഓഫ് സാങ്ഷൻ ഓഫ് ദി ലോൺ ആണ്. ഈ പറയുന്ന ലോൺ എടുക്കുന്ന സമയത്ത് എന്തുണ്ടാകാൻ പാടില്ല? അസസിക്ക് ഈ പറഞ്ഞ വേറെ വീടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത് കേട്ടോ. ഈ ലോൺ എടുക്കുന്ന സമയത്ത് അസസിക്ക് എന്തുണ്ടാകാൻ പാടില്ല? വേറെ റെസിഡൻഷ്യൽ ഹൗസ് താമസിക്കാൻ ഉപയോഗിക്കുന്ന വീട് ഉണ്ടാവാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ATEEA പ്രകാരം അയാൾ ലോൺ എടുത്ത ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ATEE അതുപോലെ തന്നെ ATEEA. ഈ ATEEയും ATEEAയും രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷേ എമൗണ്ടിൻ്റെ കാര്യത്തിലും ഈ ലോൺ എടുത്ത ഡേറ്റിൻ്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇത് ഈ വർഷം വന്ന പുതിയ പ്രൊവിഷനാണ് കേട്ടോ. നമുക്ക് ഇത് നോക്കുക, കഴിഞ്ഞ വർഷങ്ങളിലുള്ള സിലബസിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ATEEB എന്ന് പറയും. ATEEB അതായത് നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഗവൺമെൻറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയില്ല. നമ്മളുടെ പൊല്യൂഷനൊക്കെ തടയാനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെയാണ് പ്രധാനമായിട്ടും അല്ലേ. ദെൻ ആ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നൊരു സംഭവം ഒരു ഡിഡക്ഷൻസ് ആണ് ആക്ച്വലി പറയുന്ന ATEEB എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾസുകളോ ഈ കാറോ അല്ലെങ്കിൽ ബൈക്ക് പോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ പർച്ചേസ് ചെയ്യാനോ വല്ല ലോണും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് അടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന ATEEB പ്രകാരം അസസിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അസസി ഇവിടെയും കേസ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഈ ഒരു സംഭവം കിട്ടുള്ളൂ. ഇൻഡിവിജ്വൽസിന് മാത്രമേ കിട്ടുള്ളൂ. അതിന് പുറമെ എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഈ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ഡ്യൂറിങ് 1 April 2019 to 31 March 2023. നമ്മുടെ ഈ പ്രീവിയസ് ഇയർ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ദെൻ 2019 ഏപ്രിൽ മുതൽ ആ ഒരു ഇടയിലെടുത്ത ലോൺ ആയിരിക്കണം. ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 2019 എടുത്ത ലോൺ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ വെഹിക്കിൾ വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എന്തായാലും ഇപ്പോൾ കുറേ കാലത്തിന് ചിലപ്പോൾ ഉണ്ടാവും. ആ ലോൺ എമൗണ്ട് നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ച് പോകുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. മാക്സിമം എമൗണ്ട് 1,50,000 ആണ്. അല്ലെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ് ആണ്. മാക്സിമം 1,50,000 കിട്ടുള്ളൂ. ഇനി 1 lakh ആണ് നമ്മൾ അടക്കുന്ന ഇൻട്രസ്റ്റ് എങ്കിൽ 1 lakh or 1,50,000 വിച്ച് എവർ ഈസ് ലെസ്. ഇതിലേതാണോ ചെറുത് 1 lakh ആയിരിക്കും അവിടെ കിട്ടുന്ന ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവാം. അപ്പോൾ EEB എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങാൻ വേണ്ടി നമ്മളില്ല ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം EEB പ്രകാരം. ഓക്കെ, ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ഡിഡക്ഷൻസിൻ്റെ സെക്ഷനാണ് 80G എന്ന് പറയും. ഓക്കെ, 80G ആണ് ഡൊണേഷനാണ്. നമ്മളെന്തെങ്കിലും അസസി ഈ പറഞ്ഞ എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അസസിക്ക് 80G പ്രകാരം അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അവൈലബിൾ ആണ്. ഡൊണേഷൻസ് മെയ്ഡ് ടു certain fund and charitable institutions are allowed deduction under section 80G ആണ്. അതായത് അസസി ഏതെങ്കിലും ഫണ്ടുകളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടോ എന്തെങ്കിലും എമൗണ്ട് എന്ത് ചെയ്യാണ് ഡൊണേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 80G പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ പറഞ്ഞ സംഭവം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് അസസീസിനും എന്ത് കിട്ടും? ഈ പറഞ്ഞ 80G പ്രകാരമുള്ള ഡിഡക്ഷൻസ് കിട്ടും. ഓൾ ടൈപ്പ് ഓഫ് അസസിയാണ്.
അതല്ലാതെ ഇൻഡിവിജ്വലിന് SGFന് മാത്രമല്ല, നമുക്ക് ഏതൊക്കെയുണ്ട് കമ്പനി അല്ലേ, ഇപ്പോൾ ഇൻഡിവിജ്വൽ ഉണ്ട്, SGF ഉണ്ട്, അതുപോലെ തന്നെ AOP BOI, അതുപോലെ തന്നെ നമുക്ക് കമ്പനി ഉണ്ട്, ഫേം ഉണ്ട്, ദെൻ മറ്റുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് പേഴ്സൺസ് അസസീസ് ഉണ്ട്. ദെൻ ഇവർക്കൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ എന്താണ് അസസി ആയിട്ട് വരാം. അവർക്കൊക്കെ എന്ത് കിട്ടും, ഈ പറഞ്ഞ 80G പ്രകാരമുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ ഇൻ കൈൻഡ് ആണ്. അതായത് ഇൻ കൈൻഡ് ആയിട്ട് സ്ഥലങ്ങളായിട്ടോ അതായത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കൈൻഡ് ആയിട്ട് ഡൊണേഷൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന 80G എന്ന് പറയുന്ന ഡിഡക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ അനുമതിയില്ല. 80G പ്രകാരം കിട്ടണമെങ്കിൽ അത് ക്യാഷ് ആയിട്ട് തന്നെ നമുക്ക് കൊടുത്തിരിക്കണം, മണി ആയിട്ട് തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ. രണ്ടാമത്തേത് പറയുന്നത് ഡൊണേഷൻ എക്സീഡ് ₹2000. നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ 2000-ന്റെ മുകളിലുള്ള ഡൊണേഷൻ ആണെങ്കിൽ അത് നമ്മൾ ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്കോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിൾ പേ ഓൺലൈൻ ത്രൂ ഒക്കെ ആയിരിക്കണം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, 2000 രൂപയുടെ മുകളിലുള്ള ഡൊണേഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അതർ ദാൻ ക്യാഷ് രൂപത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഇൻ കൈൻഡ് അല്ല, അതർ ദാൻ ക്യാഷിൻ്റെ രൂപത്തിൽ കൊടുക്കാൻ പാടില്ല, ചെക്കോ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഡൊണേഷൻ ഷുഡ് നോട്ട് ബി ഗിവൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ, ക്ലാസ്, ക്രീഡ്, കമ്മ്യൂണിറ്റി എക്സെട്ര. അതായത് നമ്മൾ ഈ പറഞ്ഞ അസസി കൊടുക്കുന്ന ഈ ഡൊണേഷന് ഏതെങ്കിലും ഒരു റിലീജിയന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രീഡിനോ കമ്മ്യൂണിറ്റിക്കോ വേണ്ടിയിട്ടോ ആണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഡൊണേഷൻ കൊടുക്കുന്നതെങ്കിൽ അതും ഈ പറയുന്ന 80G പ്രകാരം എന്ത് കിട്ടില്ല, നമുക്ക് ഡിഡക്ഷൻസ് അവൈൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയൻസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പീപ്പിൾസിന് വേണ്ടി മാത്രം, ഏതെങ്കിലും ഒരു ക്രീഡ് ഓഫ് പീപ്പിൾസിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇത്തരം ഡൊണേഷൻസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും 80G കിട്ടില്ല. അപ്പോൾ അതാവാൻ പാടില്ല. പിന്നെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഇൻ സ്പെസിഫിക് ഫണ്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ചില ഫണ്ടുകളിലോട്ടോ ചില സ്ഥാപനങ്ങളിലോട്ടോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞില്ലേ ഫണ്ട് സ്പെസിഫൈഡ് ഫണ്ടുകളിലോട്ടോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടോ ആയിരിക്കണം ഈ ഡൊണേഷൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് വ്യക്തികൾക്കൊക്കെ ഇപ്പോൾ ദാനം കൊടുക്കാറൊക്കെ ഉണ്ട് അല്ലേ, അതൊന്നും എന്ത് ചെയ്തില്ല, ഈ പറഞ്ഞ 80G പ്രകാരമുള്ള ഡിഡക്ഷൻസിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ അതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡൊണേഷൻസിൻ്റെ ഏതെങ്കിലും അസസി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുത്താൽ ആ കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് 80G പ്രകാരം അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും അയാൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ. അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു ഡൊണേഷൻസിനെ നമ്മൾ പ്രധാനമായിട്ടും 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 4 പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസിൻ്റെ കേസും കൂടി പറയുന്നുണ്ട്, മറന്നു പോയത് കേട്ടോ. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ് നമ്മൾ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 4 പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. അതിലൊന്ന് നോ ലിമിറ്റ് ഡൊണേഷൻസ് ആണ്. ഓക്കെ, അതിൽ 100%, അതുപോലെ നോ ലിമിറ്റ് ഡൊണേഷൻസിൽ 50%, ദെൻ വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിൽ 100%, ദെൻ വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിൽ 50%. ഇങ്ങനെ 4 രീതിയിലുള്ള ഡൊണേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കാം. നോ ലിമിറ്റ് ഡൊണേഷൻ. ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഡൊണേഷൻസ് നടത്താം. ആ ഡൊണേറ്റ് ചെയ്ത 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഡൊണേഷൻ നടത്തിയിട്ടുണ്ട്, അതിന് അവിടെ ലിമിറ്റില്ല, എത്ര വേണമെങ്കിലും ഡൊണേഷൻസ് നടത്താം. ദെൻ എത്രയാണോ ഡൊണേറ്റ് ചെയ്ത എമൗണ്ട് ആ ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നോ ലിമിറ്റ് ഡൊണേഷൻ 100%. ഇനി രണ്ടാമത്തേതിൽ പറയുന്നത് നോ ലിമിറ്റ് ഡൊണേഷൻസ് 50% ആണ്. നമുക്ക് ലിമിറ്റുകളില്ല, എത്ര വേണമെങ്കിലും ഡൊണേഷൻസ് നടത്താം. പക്ഷേ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ എത്രയാണ്, ഡൊണേഷൻ ചെയ്തതിൻ്റെ പകുതി. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഡൊണേഷൻ നടത്തി, അങ്ങനെയാണെങ്കിൽ 50,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല 1 കോടി ഡൊണേഷൻ നടത്തി, അതിൻ്റെ പകുതി 50 ലക്ഷമേ നമുക്ക് ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നോ ലിമിറ്റ് ഡൊണേഷൻസിൽ 50% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും, മറ്റത് പറയാം കേട്ടോ. അപ്പോൾ നോ ലിമിറ്റ് ഡൊണേഷൻ നമുക്ക് എത്ര വേണമെങ്കിലും ഡൊണേഷൻ നടത്താം, ആ ഡൊണേഷൻസിൻ്റെ ഫുൾ എമൗണ്ടും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് പറയുന്നത്.
സോ നോ ലിമിറ്റ് ഡൊണേഷൻ 100% ഡൊണേഷൻ ഈസ് ഡിഡക്റ്റബിൾ ആണ്. എത്രയാണോ ഉള്ളത് ആ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് കുറക്കാൻ പറ്റും. ഇൻ സച്ച് എ കേസ് full amount of donation paid is deductible under section 80G. such donations are ഏതൊക്കെ നോക്കാം. ഒന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് ഫണ്ടാണ്, NDF-ൻ്റെ അല്ലേ. NDF ഒക്കെ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. നാഷണൽ ഡിഫൻസ് ഫണ്ടിലോട്ട് എന്തെങ്കിലും ഡൊണേഷൻസ് ഏതെങ്കിലും അസസീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 80G പ്രകാരം ആ എത്രയാണോ ഡൊണേഷൻ നടത്തിയത് ആ ഫുൾ എമൗണ്ടും അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടാണ്, NCF എന്ന് പറയും. നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തിയാൽ 100% എത്ര ചെയ്താലും ഈ പറഞ്ഞതൊക്കെ ഇനി താഴെ പറയുന്നതൊക്കെ എത്ര വേണമെങ്കിലും അതിലോട്ട് ഡൊണേഷൻസ് നടത്താം. ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 80G പ്രകാരം അയാൾ എത്രയാണോ ഡൊണേഷൻസ് നടത്തിയത് ആ ഫുൾ എമൗണ്ടും അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് അർമേനിയ എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട്, ദെൻ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ദെൻ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, അതുപോലെ നാഷണൽ ഇൽനെസ് അസിസ്റ്റൻസ് ഫണ്ട്, നാഷണൽ ഓർ സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, ദെൻ നാഷണൽ സ്പോർട്സ് ഫണ്ട് സെറ്റപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, നാഷണൽ കൾച്ചറൽ ഫണ്ട് സെറ്റപ്പ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, ദെൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ എമിനൻസ് ആസ് മേ ബി അപ്രൂവ്ഡ്. ഈ പറയപ്പെടുന്ന ഇത്രയും സ്ഥാപനങ്ങളിലോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഡൊണേഷൻസ് നടത്താം. ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ ആ എത്രയാണോ ഡൊണേറ്റ് ചെയ്ത എമൗണ്ട് ആ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 80G പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയുന്നുണ്ട്, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം, ഒരു അസസിയുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകംസും അല്ലേ. അപ്പോൾ അതിലിപ്പോൾ ബേസിക്കലി ഇൻഡിവിജ്വലിന് മാത്രമേ 5 ഹെഡ്സ് വരുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ 4 ഹെഡ്സേ വരുള്ളൂ. ഇൻഡിവിജ്വലിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? സാലറി എന്ന് പറയുന്ന ഹെഡ് ഓഫ് ഇൻകം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും സാലറി എന്ന് പറയുന്ന ഹെഡ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ളവർക്കൊക്കെ 4 ഹെഡ്സ് ഓഫ് ഇൻകംസേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേ ഈ പറഞ്ഞ പൊതുവേ പറയുമ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആഡ് ചെയ്ത് ദെൻ അതിലോട് കൂടി ക്ലബിങ്ങും സെറ്റ് ഓഫും ചെയ്ത് അല്ലെ, ക്ലബിങ്ങും അഗ്രിഗേഷനൊക്കെ ചെയ്ത് പിന്നീട് സെറ്റ് ഓഫ് ലോസും ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഒക്കെ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് 80C മുതൽ 80U വരെയുള്ള ഒരുപാട് ഡിറക്ഷൻസ് അവൈലബിൾ ആണ്. ആ ഡിറക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 80G ആണ് പറയുന്നത്. ഓക്കെ, G ഫോർ ഡൊണേഷൻ ആണ്. നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിറക്ഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 80G എന്ന് പറയും. അതിലെ ഫസ്റ്റ് വൺ ആണ് നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്, 100%. നോ ലിമിറ്റ് ഡൊണേഷൻ 100%. നമ്മളൊക്കെ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേഷൻസ് നടത്താം. ആ ഡൊണേഷൻസ് എത്ര നടത്തി കഴിഞ്ഞാലും ആ ഫുൾ എമൗണ്ടും അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചോ. നാഷണൽ ഡിഫൻസ് ഫണ്ട്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് അർമേനിയ എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട്, അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, നാഷണൽ ഇൽനെസ് അസിസ്റ്റൻസ് ഫണ്ട്, നാഷണൽ ഓർ സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, നാഷണൽ സ്പോർട്സ് ഫണ്ട് സെറ്റപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, നാഷണൽ കൾച്ചറൽ ഫണ്ട് സെറ്റപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, then educational institution of national eminence as may be approved. ഇത്രയും സ്ഥാപനങ്ങളിലോട്ട് എത്ര വേണമെങ്കിലും ഡൊണേഷൻ നടത്താം. എത്ര നടത്തി കഴിഞ്ഞാലും ആ ഫുൾ എമൗണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സെക്ഷൻ പ്രകാരം അയാൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഓക്കെ, നോ ലിമിറ്റ് തന്നെയാണ്, ഇവിടെയും ലിമിറ്റ് ഇല്ല. പക്ഷേ നമുക്ക് എത്രയാണോ ഡൊണേറ്റ് ചെയ്തത് അതിൻ്റെ പകുതിയെ നമുക്ക് 80G പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 1000 ഡൊണേറ്റ് ചെയ്തു, 1000 ഡൊണേറ്റ് ചെയ്താൽ 500 കുറക്കാം. ഇനി 10,000 ഡൊണേറ്റ് ചെയ്തു, ദെൻ അവിടെ ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാണ് 1000, 10,000, ലക്ഷമോ കോടി എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡൊണേഷൻ ചെയ്യാം. പക്ഷേ എത്രയാണോ ഡൊണേറ്റ് ചെയ്യണത് അതിൻ്റെ 50% നമുക്ക് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കാൻ പറ്റുള്ളൂ. Then in such case 50% of amount of donation paid is deductible under section 80G ആട്ടോ. 80G ആണ്, മാറിപ്പോടെ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. സെക്ഷൻ 80G
ജി സച്ച് ഡൊണേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടാണ്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടാണ്. ഇവിടെ ചെറിയ മാറ്റമുണ്ട്, നോക്കട്ടെ. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ട്. അതിൽ ചെറിയ ഡൗട്ടുണ്ട്. അതിൽ രാജീവ് ഗാന്ധിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, ഇതിൽ അപ്ഡേറ്റഡ് ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു പുതിയ മാറ്റങ്ങൾ പ്രകാരം അത് ഇതിലില്ല തോന്നുന്നുണ്ട്, മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിൻ്റെയും 2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. പുതിയ ടെക്സ്റ്റ്, നിങ്ങളുടെ കയ്യിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഹലോ, ഞാനന്ന് ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാറ് മുന്നത്തെ ടെക്സ്റ്റ് ആയിരുന്നു, 23-ത്തെ. പഴയ ടെക്സ്റ്റ് ആയിരുന്നു, ഇത് പുതിയ ടെക്സ്റ്റ് ആണ്. സോ ഇതിൽ ഒന്നേ കാണുന്നുള്ളൂ, ഇന്ദിരാഗാന്ധിനെ ഞാനിതിൽ ആഡ് ചെയ്തതാണ്. പക്ഷേ അത് സൈറ്റിൽ നോക്കുന്ന സമയത്ത് ഈ 3 ഇപ്പോൾ ഇതിൽ കാണുന്നത് കേട്ടോ. നോക്കട്ടെ, ഞാനതിൽ കൺഫർമേഷൻ നോക്കിയിട്ട് ഞാനിതിൽ മെറ്റീരിയൽ ഇടുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുള്ളൂ. സോ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ 4 പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഒന്ന് ഗാന്ധി കുടുംബത്തിലെ 3 ആൾക്കാരും പിന്നെ ആ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിൻ്റെ കേസുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിൽ മാറ്റം വന്നിട്ടുണ്ടാവും മേ ബി. ഞാൻ വേറെ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. മെയിനായിട്ട് വരുന്നത് ഇതിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറയുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ അത്രയും പറയുന്നുള്ളൂ. പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 കൂടിയും അധികമായിട്ട് പറയുന്നുണ്ട്, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ടും. ഓക്കെ, വേറെയും കുറേ ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഇതാണ് എത്രയാണോ ഡൊണേറ്റ് ചെയ്യണത് ആ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ 50% നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ഇനി തേർഡ് വൺ വിത്ത് ലിമിറ്റ് ഡൊണേഷനാണ്. അവിടെ നോ ലിമിറ്റ് കഴിഞ്ഞു. ഇനി തേർഡ് വൺ പറയണത് വിത്ത് ലിമിറ്റ് ഡൊണേഷനാണ്. നമുക്കവിടെ ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റിൻ്റെ 100% ഫുൾ എടുക്കാം. എത്രയാണോ ലിമിറ്റ്, ക്വാളിഫയിങ് എമൗണ്ടിൻ്റെ ഫുള്ള്. ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് എമൗണ്ട് ആണ്. ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 100% നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡൊണേഷൻസ് ആണ്. ഓക്കെ, ഇൻ സച്ച് എ കേസ് 100% ഓഫ് ക്വാളിഫൈങ് എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ 2 പറയുന്നുള്ളൂ കേട്ടോ. ഇതിലൊന്ന് ഡൊണേഷൻ ടു ഗവൺമെൻറ് ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ് ആണ്. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏതെങ്കിലും സ്ഥാപനങ്ങളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിലോട്ടോ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറയുന്ന ഡൊണേഷൻസ് നടത്തുകയാണെങ്കിൽ ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ ഫുൾ എമൗണ്ട്, ഒരു ക്വാളിഫൈ എമൗണ്ട് ഉണ്ട്, അതെങ്ങനെ കാണാമെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ക്വാളിഫൈ എമൗണ്ട് കാണുന്നത് ഇതാണ്. ഡൊണേഷൻ പെയ്ഡ് ഓർ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ച് എവർ ഈസ് ലെസ് ദെൻ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാടെ ചെയ്തതാണ്. പറയാം, ആ സമയം ഞാൻ ഡിസ്കസ് ചെയ്ത് പറയാം കേട്ടോ. അതാണ് ക്വാളിഫൈ എമൗണ്ട്. ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 100% ക്വാളിഫൈ എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഫുള്ളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് പറയണത്. അതിൽ ഫാമിലി പ്ലാനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളിലോട്ടോ ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോട്ടോ നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തിയാലാണ് വിത്ത് ലിമിറ്റിൽ 100% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. ഇനി രണ്ടാമത്തെ പറയണത് നമ്മൾ ഏതെങ്കിലും ഈ പറയുന്ന ഒളിമ്പിക് അസോസിയേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോർട്സോ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങളിലോട്ടോ നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനും ക്വാളിഫൈ എമൗണ്ടിൻ്റെ 100% നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. സോ ഡൊണേഷൻസ് ടു ദ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന സ്പോർട്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഇന്ത്യയിൽ സ്പോർട്സിനെയോ ഗെയിംസിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അതിനുള്ള ഡെവലപ്മെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലോട്ടോ നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തിയാലും ഈ വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിൻ്റെ 100% നമുക്ക് എന്ത് കിട്ടും, ഒരു ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് വിത്ത് ലിമിറ്റിൽ 100% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 ഡൊണേഷൻസ്. ഓക്കെ, ഇതിലോട്ടൊക്കെ ഡൊണേഷൻസ് ആണ് നടത്തേണ്ടത് കേട്ടോ, ഡൊണേഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി വിത്ത് ലിമിറ്റിൻ്റെ 50%, നമ്മൾ ക്വാളിഫൈ എമൗണ്ട് കണ്ടെത്തിയിട്ട് അതിൻ്റെ പകുതി, അതിൻ്റെ 50% നമുക്ക് കുറക്കാൻ പറ്റുന്നതിനാണ് വിത്ത് ലിമിറ്റ് 50% ഓഫ് ക്വാളിഫൈ എമൗണ്ട് ഓഫ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത്. നോക്കാം, ഇൻ എ സച്ച് എ കേസ് 50% ഓഫ് ക്വാളിഫൈ എമൗണ്ട് ഈസ് ഡിഡക്റ്റബിൾ ആണ്. അത് 4 എണ്ണമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഡൊണേഷൻസ് മെയ്ഡ് ടു ദ ഗവൺമെൻറ് ഓർ എനി ലോക്കൽ അതോറിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അസോസിയേഷൻ ഇഫ് ദേ യൂട്ടിലൈസ്ഡ് ചാരിറ്റബിൾ പർപ്പസ് ആണ്. അതായത് ഏതെങ്കിലും ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും അസോസിയേഷൻസ്, കൂട്ടായ്മയിലോട്ടോ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോട്ടോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് യത്തീംഖാനകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലുള്ള ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ടല്ലേ, ദെൻ അതൊക്കെ ഈ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, ഓർഫനേജുകളൊക്കെ ഒരുപാടുണ്ട്. അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിലെ ലോക്കൽ അതോറിറ്റി പറഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള അത്തരം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കുന്ന ഫണ്ടുകളിലോട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളിലോട്ടോ ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ എമൗണ്ടിൻ്റെ പകുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ. ദെൻ രണ്ടാമത്തേത്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദാറ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 80. ഇത് സെക്ഷൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ, 1 സെക്കൻഡ്. 80G. ഓക്കെ, 80G ആട്ടോ, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ദാറ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 80G, നമ്മുടെ ഈ പറയുന്ന ഡിറക്ഷൻസിൻ്റെ സെക്ഷൻ പ്രകാരം അപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ഡൊണേഷൻസ് നടത്തിയാലും നമുക്കത് കിട്ടും. ഈ ഒരു ജി പ്രകാരം നമുക്ക് ക്വാളിഫൈ എമൗണ്ടിൻ്റെ 50% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയണത്, an authority constituted in India for the purpose of meeting housing needs of planning and developing towns, villages ആണ്. അതായത് ഈ താമസിക്കാനുള്ള ഹൗസിംഗ് കോളനികൾ, ടൗൺസ്, വില്ലേജസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അല്ലേ ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, ദെൻ an authority constituted in India for the purpose of meeting housing needs ആണ്. ഈ വീടുകളൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും, 80G പ്രകാരം നമ്മൾ ഡൊണേഷൻ നടത്തിയ എമൗണ്ടിൻ്റെ അതിൽ ക്വാളിഫൈ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിൻ്റെ 50% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയണത്, ഡൊണേഷൻസ് മെയ്ഡ് ടു എനി ടെമ്പിൾ ഓർ മോസ്ക്, ചർച്ച് അല്ലേ. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് അതാണ്, ഡൊണേഷൻസ് മെയ്ഡ് ടു എനി ടെമ്പിൾ, മോസ്ക്, ചർച്ച് ഓർ അതർ പ്ലേസ് ഓഫ് വർഷിപ്പ് ഇഫ് ദേ ആർ നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ഇത്തരം മോസ്കുകളിലോട്ടോ, ടെമ്പിളിലോട്ടോ, അമ്പലത്തിലോട്ടോ, പള്ളികളിലോട്ടോ, ചർച്ചുകളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ആരാധനാലയങ്ങളിലോട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ പോലെ വല്ല എമൗണ്ടും ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഇത് കിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ 50%, ഈ പറഞ്ഞ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 50% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ഇവിടെ ക്വാളിഫൈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻസ് പെയ്ഡ് ഓർ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൽ ചെറുതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ക്വാളിഫൈ എമൗണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ ഡൊണേഷൻസ് കൊടുത്തതോ അല്ലെങ്കിൽ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കുക, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% എടുക്കുക, അതും ഡൊണേഷൻ പെയ്ഡും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, അതിലെ ചെറുതാണെന്ത്, ക്വാളിഫൈ എമൗണ്ട്. അതാണ് ക്വാളിഫൈ എമൗണ്ട്. ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 100%, എത്രയാണോ ക്വാളിഫൈ എമൗണ്ട് ദെൻ അതിൻ്റെ 100% ഡിഡക്ഷൻസ് കിട്ടും. ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 50% ഡിഡക്ഷൻസ് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഇവിടെ ഈ 10% ഓഫ് ഗ്രോസ് ടോട്ടലിംഗ് എന്ന് പറഞ്ഞത് എന്തൊക്കെ കൂടിച്ചേർന്നതാണ്, 10% ഓഫ് ഗ്രോസ് ടോട്ടലിംഗ് ഈസ് ഈക്വൽ ടു 10% ഓഫ് ഗ്രോസ് ടോട്ടലിംഗ്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ. നമുക്കറിയാം 80C മുതൽ 80U വരെ ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്യണം എക്സെപ്റ്റ് ജിയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും
അണ്ടർ സെക്ഷൻ 111A പ്രകാരമുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണതിൻ്റെ അല്ലേ, ഇത് രണ്ടും അതിൽ മൈനസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ ഇത് മൈനസ് ചെയ്യണതിൻ്റെ മുമ്പുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകമാണ്. അതിൻ്റെ 10% അതാണ് അവിടുത്തെ 10%ഉം അതുപോലെ ഡൊണേഷൻ പെയ്ഡും തമ്മിലാണ് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. എന്തിന്, ക്വാളിഫൈങ് എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അതിൽ 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനുള്ള ഇക്വേഷനാണ് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം, ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്യണം, എക്സെപ്റ്റ് ജി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് ജി എന്ത് ചെയ്യണ്ട, കുറക്കണ്ട. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കുറക്കണ്ട, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും കുറക്കണ്ട. ഓക്കെ, ദെൻ ബാക്കിയുള്ള ഡിഡക്ഷൻസ് ഒക്കെ മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ കിട്ടുന്നതാണ് അവിടെ 10% ഓഫ്. എന്നിട്ട് അതിൻ്റെ 10% എടുക്കുക. ആ 10%വും ഡൊണേഷൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഈസ് ലെസ് ആണ് ക്വാളിഫൈ എമൗണ്ട്. അതിൻ്റെ 10%ഉം അതിൻ്റെ 50%ഉം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്, അടുത്ത ഡിറക്ഷൻസിലോട്ട് പോവാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെൻറ്റ് പെയ്ഡ് ആണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെൻറ്റ് പെയ്ഡ് സെക്ഷൻ 80GG ആണ് നമുക്കിനി പറയാൻ പോകുന്നത്. ഡബിൾ ജി കേട്ടോ. ഓക്കെ, നോക്കാം. ഇൻഡിവിജ്വലിനാണ് GG പ്രകാരം എന്ത് കിട്ടുക, നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുക. അതായത് റെൻറ്റ് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കപ്പോഴാണ് വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് റെൻറ്റ് കൊടുക്കുക അല്ലേ. അങ്ങനെ റെൻറ്റ് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, GG പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഹൗസ് റെൻറ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് ടോട്ടൽ ഇൻകം ബൈ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആൻഡ് സാലറീഡ് പേഴ്സൺ നോട്ട് ഗെറ്റിംഗ് HRA. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു താമസിക്കുന്ന, ദാറ്റ് മീൻസ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ അയാൾ സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വയം തൊഴിൽ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾ താമസിക്കുന്നത് ഈ പറയുന്ന എവിടെയാണ്, ഈ പറഞ്ഞ പോലെ ഒരു വാടക വീട്ടിലാണെന്ന് വിചാരിക്കുക. വാടക കൊടുക്കുന്നുണ്ട്, റെൻറ്റ് കൊടുക്കുന്ന ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അതല്ല അയാൾ സാലറീഡ് പേഴ്സൺ ആണ്, ദാറ്റ് മീൻസ് ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അയാൾക്ക് എന്ത് കിട്ടാൻ പാടില്ല, HRA കിട്ടാൻ പാടില്ല അല്ലേ. വാട്ട് ഈസ് HRA? എന്താ HRA എന്ന് പറഞ്ഞാൽ? യെസ്, ഹൗസ് റെന്റ് അലവൻസ് കിട്ടാൻ പാടില്ല. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉറപ്പായിട്ടും അയാൾക്ക് അതിന് ആ അലവൻസ് എന്ത് കൊടുക്കാം, അയാൾക്ക് റെൻറ്റ് കൊടുക്കാനേ പറ്റും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയിക്ക് HRA കൊടുക്കുന്നത്. ഹൗസ് റെന്റ് അലവൻസ് കിട്ടാത്ത ഒരു സാലറിഡ് പേഴ്സണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ പറഞ്ഞാൽ സ്വയം തൊഴിലെടുക്കുന്ന ആൾക്ക് എന്തായാലും HRA ഒന്നും കിട്ടൂല. ഓക്കെ, സോ അത്തരം ആളുകളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ 10%-ൽ കൂടുതൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഇയാൾ റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരാളുടെ എന്താ പറയുക, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു, 5 ലക്ഷമാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, 5 ലക്ഷത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്താണെന്ന് അറിയാലോ അല്ലേ. 5 ഹെഡ്സ് ഓഫ് ഇൻകംസും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകം 5 ലക്ഷം വന്നത്, അതിൻ്റെ 10% എത്ര വരും, 5 ലക്ഷത്തിൻ്റെ 10% 50,000 വരും അല്ലേ. 50,000-ത്തിൻ്റെ മുകളിൽ അല്ലേ, 50,000 രൂപയുടെ മുകളിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഹൗസ് റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, റെൻറ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, 80GG പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ 10%-ൻ്റെ മുകളിൽ ആയിരിക്കണം അത് കൊടുക്കേണ്ടത്. ഓക്കെ, അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% മുകളിൽ ഹൗസ് റെൻറ്റ് അലവൻസ് കൊടുക്കുന്ന ഒരു ഈ പറയുന്ന സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ അല്ലെങ്കിൽ സാലറീഡ് പേഴ്സൺ നോട്ട് ഗെറ്റിംഗ് HRA ഉള്ള വ്യക്തിക്കാണ് ഈ ഒരു GG പ്രകാരം ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഡിഡക്ഷൻസിൻ്റെ എമൗണ്ട് പറയുന്നുണ്ട്. എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് ടോട്ടൽ ഇൻകം ആണ്. ഇയാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ 10% എടുക്കുക. ഓക്കെ, ഈ പറയുന്ന താഴെ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളിലെ ലീസ്റ്റ് ചെറുതാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഒന്നാണ് എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് ടോട്ടൽ ഇൻകം ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം, അതിൻ്റെ 10% പറഞ്ഞാൽ 50,000. ഇയാൾ കൊടുക്കുന്ന റെൻറ്റ് 1 ലക്ഷമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വർഷത്തിൽ അയാൾ കൊടുക്കുന്ന റെൻറ്റ് 1 ലക്ഷമാണെങ്കിൽ ആ 1 ലക്ഷം മൈനസ് ഈ പറഞ്ഞ 10% ഓഫ് ടോട്ടൽ ഇൻകം, ദാറ്റ് മീൻസ് 50,000 മൈനസ് ചെയ്താൽ ബാലൻസ് 50,000. അത് ആണ് ഒന്നാമത്തെ ഫിഗറായിട്ട് വരിക. ഓക്കെ,
രണ്ടാമത്തെ ഫിഗർ അയാളുടെ 25% ഓഫ് ടോട്ടൽ ഇൻകം ആണ്. ടോട്ടൽ ഇൻകത്തിൻ്റെ 25%. മൂന്നാമത്തേത് 5,000 പെർ മന്ത് ആണ്. 5,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് 60,000 വരും ഇല്ല. 10 × 5 ദെൻ 12 × 5 പറയുമ്പോൾ 60,000 രൂപ വരും. അപ്പോൾ ഇത് മൂന്നും കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിലെ ചെറിയ എമൗണ്ട് ആണ് നമുക്ക് എന്ത് കിട്ടുക, ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് മാറുക. ഓക്കെ, ഇനി ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ കൂടും? ആ 10% ഓഫ് ടോട്ടൽ ഇൻകം ആണല്ലോ, TI എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ആണ്. അത് ഇവിടെ പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? 80C മുതൽ 80U വരെ ഏതൊക്കെ കുറക്കാൻ പാടില്ല? 80GGയും അതിൽ കുറക്കാൻ പാടില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും മൈനസ് ചെയ്യരുത്. അതിന് മൈനസ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള 10% അല്ലെങ്കിൽ 25% അതാണ് എടുക്കേണ്ടത്. 10%ഓ 25%ഓ. എന്നിട്ട് ഇത് മൂന്നും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിലെ ചെറിയ എമൗണ്ട് ആണ് 80GG പ്രകാരം നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് അവൈലബിൾ ആവുക. ഓക്കെ, ഇനി ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ ആണ്. ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ ഒരു പരീക്ഷണങ്ങളും റിസർച്ചുകളൊക്കെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളും അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്, കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അതിലോട്ട് നമ്മളെന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഡൊണേഷൻസ് നടത്തിയാൽ GGA പ്രകാരം നമുക്കെന്ത് കിട്ടും? ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഡൊണേഷൻ പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. നോട്ട് ചെയ്യണം, ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന അസോസിയേഷൻസിലോട്ട് വല്ല എമൗണ്ടും ഡൊണേഷൻസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് ആണ് 80GGA എന്ന് പറയും. എല്ലാ അസോസിയേഷനും കിട്ടും കേട്ടോ, ഇൻഡിവിജ്വൽസിന് മാത്രമല്ല ഓൾ അസോസിയേഷനും ഇതിൻ്റെ ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് പേയ്മെൻറ്റ് മെയ്ഡ് ടു സയൻറ്റിഫിക് റിസർച്ച് ആണ്. ഇതും ഡൊണേഷനാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളൂ. ഡൊണേഷനാണ് കേട്ടോ, ഡൊണേഷനാണ്. G എന്ന് പറയുന്നതൊക്കെ കംപ്ലീറ്റ്ലി ഡൊണേഷനാണ്. അതിൽ ഒരു വരാത്തതാണ് ഈ പറയുന്ന റെൻറ്റ് പെയ്ഡിൽ GGയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എനിവേ ഈ GGA എന്ന് പറഞ്ഞാലും ഡൊണേഷനാണ്. അത് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഡൊണേഷൻ നടത്തി കഴിഞ്ഞാലാണ് കിട്ടുക. എല്ലാ അസോസിയേഷനും കിട്ടും. ഇനി പേയ്മെൻറ്റ് മെയ്ഡ് ടു സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ അല്ലെങ്കിൽ അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സയൻറ്റിഫിക് റിസർച്ച്. ഇപ്പോൾ നമുക്ക് അറിയാം, യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് PhD സ്കോളേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? PhDക്ക് പഠിക്കുന്ന സയൻറ്റിഫിക് റിസർച്ചുകളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. ദെൻ അത്തരം അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടോ അല്ലെങ്കിൽ ഇനി റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിലോട്ടോ അല്ലെ ഗ്രാമവികസന ഫണ്ടുകളൊക്കെ ഉണ്ടാവും. അത്തരം ഫണ്ടുകളിലോട്ടൊക്കെ നമ്മൾ ഡൊണേഷൻസ് നടത്തിയാലും നമുക്ക് ഈ പറയുന്ന 80GGA പ്രകാരം നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ കൊടുത്ത ഡൊണേഷൻ എമൗണ്ട് ആ ഫുൾ എമൗണ്ട് നമുക്ക് GGA പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന 80Gയുമായിട്ട് ബന്ധപ്പെട്ട ഡിഡക്ഷൻസ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.